ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്ന് മാർക്കറ്റ് എന്താ സംഭവിച്ചത്? മാർക്കറ്റിൽ ഇന്നൊരു ഒരു മിനിറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് തന്നു ഇല്ലേ? മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് തന്നതിന് ശേഷം മാർക്കറ്റ് നേരെ തിരിച്ച് താഴോട്ട് വന്നു. ഇപ്പം ഞാൻ രാവിലെ ഓൾറെഡി എന്താ പറഞ്ഞത്, മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്താലും നേരെ താഴെ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് നേരെ തിരിച്ചു പോകാനായിരിക്കും സാധ്യത എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. ഓക്കെ, അപ്പം അതിന് മുന്നേ വേറൊരു കാര്യം പറയാനുള്ളത്, എല്ലാവരും ചോദിക്കുന്നത് ഈ പരസ്യം കളയാൻ പറ്റത്തില്ല എന്ന് എല്ലാവരും ചോദിക്കുന്നു. ഈ പരസ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഹാങ് ആയി പോകും. കാരണം നമ്മൾ സബ്സ്ക്രിപ്ഷൻ ഇത് മേടിച്ചിട്ടില്ല. സബ്സ്ക്രിപ്ഷൻ മേടിക്കാത്തതുകൊണ്ടാണ് ഈ പരസ്യം ഇങ്ങനെ കിടക്കുന്നത്. മനസ്സിലായി? ഈ പരസ്യം ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വേറെ വലിയൊരു വിൻഡോ അവിടെ വരും. പിന്നെ അത് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഒത്തിരി പണിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പ്രീമിയം മേടിക്കണമെങ്കിൽ 10-12,000 രൂപ കൊടുത്ത് പ്രീമിയം മേടിക്കാനുള്ള കപ്പാസിറ്റി ഇപ്പം നിലവിൽ ഇല്ല. അപ്പം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇപ്പോൾ അല്ലെങ്കിൽ വേണ്ട, അങ്ങനൊന്നും പറയുന്നില്ല, വേണ്ട പോട്ടെ. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം താല്പര്യമുള്ളവർക്ക് അവിടെ ജോയിൻ ബട്ടൺ ഉണ്ട്. നമ്മുടെ യൂട്യൂബിൻ്റെ താഴെ ജോയിൻ ബട്ടൺ ഉണ്ട്. ആ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ചെറിയൊരു പ്രീമിയമേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. 89 റുപ്പീസും കണ്ടേ ഉള്ളൂ ആ ജോയിൻ ബട്ടൻ്റെ ഇതിന്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ കുറച്ച് പേരുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ സംഭവം പൈസ ആ സബ്സ്ക്രിപ്ഷൻ നമുക്ക് അങ്ങനെ വാങ്ങിക്കാൻ പറ്റും. ഏകദേശം 12,000 രൂപയും കണ്ടാകും ആ സബ്സ്ക്രിപ്ഷൻ മേടിക്കണമെന്നുണ്ടെങ്കിൽ. അത് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അടിപൊളിയായിട്ട് നമുക്ക് പ്രീ മാർക്കറ്റ് ചെയ്യാൻ പറ്റും. കുറേ കൂടെ വിപുലമായിട്ട് നമുക്ക് പിന്നെ റീപ്ലേ ഒക്കെ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് പോട്ടെ. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ സ്വന്തം താല്പര്യം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. അത് ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ താഴെ ജോയിൻ ബട്ടൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, കുറച്ച് പേരൊക്കെ മെമ്പേഴ്സ് ആയിട്ടുണ്ട്. താങ്ക് യു ഓൾ. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് വരാം. മാർക്കറ്റ് ഇതുപോലെ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ കറക്റ്റ് രണ്ട് ക്യാൻഡിൽ നല്ല താഴെ വീണു. കറക്റ്റ് നമ്മുടെ ട്രെൻഡ് ലൈൻ ഇതാ നോക്കിക്കേ. നമ്മുടെ ട്രെൻഡ് ലൈനിൽ വന്നിട്ട് എന്ത് ചെയ്തു? കറക്റ്റായിട്ട് വന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് തിരിച്ചു പോയി. ആരൊക്കെ എടുത്തു? പക്ഷെ നമ്മുടെ ബിഗിനറിന് ഇവിടെ ട്രേഡ് ഇല്ല. കാരണം ഒരു എൻട്രി നമുക്ക് കിട്ടിയിട്ടില്ല ഇവിടെ, ഇല്ലേ? റിസ്കി ട്രേഡേഴ്സിന് ഇവിടെ ട്രെൻഡ് ഉണ്ട്. കാരണം ഈ ട്രെൻഡ് ലൈനിൽ കറക്റ്റായിട്ട് വന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് നേരെ തിരിച്ച് മാലോട്ട് കയറിപ്പോയി. ഇവിടുന്ന് 680 മാർക്കറ്റ് ഏകദേശം 880 വരെ 200 പോയിൻറ്റ്. ഇവിടുന്ന് 630, 730, 250 പോയിൻറ്റോളം ഈ പോയിൻറ്റിൽ നിന്ന് 680, 880, 200 പോയിൻറ്റ്. 200 പോയിൻറ്റ് ഇവിടുന്ന് ഒറ്റ സ്ട്രെച്ചിൽ മാർക്കറ്റ് പോയി. എത്ര പേർക്ക് അവിടെ ബുക്ക് ചെയ്യാൻ പറ്റി എന്നെനിക്കറിയത്തില്ല. റിസ്കി ട്രേഡേഴ്സൊക്കെ നല്ലപോലെ ട്രേഡ് എടുത്തിട്ടുണ്ട്. പലരും സ്ക്രീൻഷോട്ട് അയച്ചു തന്നു. ഓക്കെ, അപ്പം പക്ഷേ ബിഗിനേഴ്സിനൊരു ട്രേഡ് ഇല്ല. അപ്പോൾ ബിഗിനേഴ്സിൻ്റെ ട്രേഡ് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് മുമ്പ് വോയിസ് ഇട്ടപ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു, മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്താൽ നേരെ താഴെ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് തിരിച്ചു കയറി പോകുന്നു. അങ്ങനെ മാർക്കറ്റ് തിരിച്ചു പോയി. നമുക്ക് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് 23,814. അതിനുശേഷം മാർക്കറ്റ് 2 ക്യാൻഡിലും കൂടെ മുകളിലോട്ട് പോയതിന് ശേഷം അവിടെ നമുക്ക് റിജക്ഷൻ കിട്ടി. ഇവിടെ റിജക്ഷനിൽ നിങ്ങൾക്ക് ബിഗിനേഴ്സിന് ട്രേഡ് ഉണ്ട്. എവിടെയാണ്? ഞാൻ ഇതല്ല ഒന്ന് ഡിലീറ്റ് ചെയ്തോളാം. ഒരു മിനിറ്റ്, നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരു മിനിറ്റ്. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു ഇതുണ്ട്. ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ബിഗിനേഴ്സ് ഇതിനാണ് കാത്തിരുന്ന് ട്രേഡ് എടുക്കണം എന്ന് പറയുന്നത്. കാരണം ഇവിടെ ബിഗിനേഴ്സിന് അല്ലെങ്കിൽ കറക്റ്റായിട്ട് നോക്കി ചെയ്യുന്നവർക്ക് ഇവിടെ ട്രേഡ് ഇല്ല. ഓക്കെ, ഇവിടെ ഇത്രയും ഭാഗത്ത് ട്രേഡ് ഇല്ല. റിസ്കി ട്രേഡേഴ്സിന് മാത്രമേ ട്രേഡ് ഉള്ളൂ. പക്ഷേ ഇവിടെ ട്രേഡ് ഉണ്ട്. എങ്ങനെയാണ് ട്രേഡ്? ശരിക്കും നിങ്ങൾ നോക്കിക്കേ. മാർക്കറ്റ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നല്ലൊരു ക്യാൻ. ഇത് ആക്ച്വലി ഒരു എൻഗൾഫിങ്ങാണ്, ഇല്ലേ? ഓൾമോസ്റ്റ് എൻഗൾഫിങ്ങാണ്. ഇവിടെ അതുകൊണ്ട് ചെറിയ വിക്ക് ഉണ്ടെങ്കിൽ ഇതൊരു ഓൾമോസ്റ്റ് എൻഗൾഫിങ്. അപ്പോൾ ഏകദേശം കൺഫർമേഷനായി നമുക്ക് മാർക്കറ്റ് താഴോട്ട് വരാൻ പോവുകയാണ് ഒരു കൺഫർമേഷനായി, ഇല്ലേ? ഈ എൻഗൾഫിങ് ആണ്. അതിനുശേഷം വീണ്ടും നമ്മുടെ ലൈനിൽ വന്ന് അടുത്തൊരു റെഡ് ക്യാൻഡിൽ സപ്പോർട്ട് എടുത്തു, ഇല്ലേ? സപ്പോർട്ട് എടുത്തു, വീണ്ടും ഒരു റെഡ് ക്യാൻഡിൽ വീണു. ഈ റെഡ് ക്യാൻഡിൽ വീണപ്പോഴും നമുക്ക് ഇച്ചിരി കൂടിപ്പോയി, ഇല്ലേ? ഈ എൻഗൾഫിങ് കണ്ട് എടുത്തവർക്ക് ഓക്കെ. ഇനി എൻഗൾഫിങ് കാണാതെ കറക്റ്റ് കൺഫർമേഷൻ വേണ്ടി 100% പക്ക കൺഫർമേഷന് വേണ്ടി നോക്കിയിരുന്നവരുടെ കാര്യമാണ് ഈ പറയാൻ പോകുന്നത്. ഇവിടുന്ന് നേരെ അടുത്ത വീണ്ടും ഒരു നല്ല റെഡ് ക്യാൻഡിൽ, ഒരു മർബോസ് പോലുള്ളൊരു ക്യാൻഡിൽ വീണു, ഇല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? വീണ്ടും നമുക്ക് എൻട്രി കിട്ടിയില്ല. എന്താ കാര്യം? കാരണം വലിയ ക്യാൻഡിലായിപ്പോയി, നമുക്ക് എൻട്രി കിട്ടിയില്ല.
അതിനുശേഷം മാർക്കറ്റ് ഇവിടെ നിന്ന് റീടെസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതൊരു സാഹചര്യത്തിലും മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു കൺഫർമേഷനാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇല്ലേ, ഒരു കൺഫർമേഷനാണ്, റീടെസ്റ്റ് ചെയ്യണം. അങ്ങനെ മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ വന്ന് കറക്റ്റായിട്ട് റീടെസ്റ്റ് ചെയ്തു, ഒരു റെഡ് ഡോജ് വന്നു, കറക്റ്റായിട്ട് മാർക്കറ്റ് നേരെ തിരിച്ച് താഴോട്ട് വന്നു. ഇതൊരു കൺഫർമേഷനാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും ട്രേഡ് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പോയിന്റുകൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടാനുള്ള സാധ്യതകളെല്ലാം ഉണ്ടായിരുന്നു. ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങാം, അല്ലെങ്കിൽ പിന്നെ താഴെ വന്ന് ഇവിടെ ഇറങ്ങാം, എവിടെ വേണമെങ്കിലും ഇറങ്ങാമായിരുന്നു നിങ്ങൾക്ക്. സുന്ദരമായിട്ട് 10, 30, 40 പോയിന്റ് കിട്ടാനുള്ള സാധ്യതകളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഒരു കൺഫർമേഷൻ ആയിട്ടുള്ള ട്രേഡ്. അപ്പോൾ ഈ രണ്ട് ട്രേഡ്, ഇത് റിസ്കി ട്രേഡേഴ്സിനുള്ള ട്രേഡ്, ഇത് 2 പേർ കൂട്ടർ എടുക്കാൻ പറ്റുന്ന ട്രേഡ്. അതിനുശേഷം വലുതായിട്ടൊരു ട്രേഡ് ഇല്ല. പിന്നെ ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിലായിരുന്നു മാർക്കറ്റ് അല്ലേ. താഴെ വരുന്നു, മോളിപ്പോകും, താഴെ വരുന്നു, മോളിപ്പോകും. നമുക്ക് ഇവിടെ ഒന്നും ട്രേഡ് ഇല്ല, ഈ ഭാഗത്തൊന്നും ട്രേഡ് ഇല്ല. അപ്പം നമ്മുടെ ട്രേഡ് എപ്പോൾ കഴിഞ്ഞു? 11:30 ആയപ്പോൾ, നമ്മുടെ അല്ലെ 12 മണി ആയപ്പോൾ നമ്മുടെ ട്രേഡ് എന്ത് ചെയ്തു? കഴിഞ്ഞു. അവരവർ നേരത്തെ പലരും ചോദിച്ചു ഇനി എടുക്കട്ടെ, ഇനി എടുക്കട്ടെ. ഞാൻ പറഞ്ഞു എടുക്കണ്ട, നിങ്ങൾക്ക് ന്യായമായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടി നിങ്ങൾ വീട്ടിൽ പോവുക, അല്ല വേറെ പണിക്ക് പോകാമെന്ന് ഞാൻ കൃത്യമായിട്ട് അവരോടെല്ലാം പറഞ്ഞു. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ട്രേഡിന് വേണ്ടി കാത്തിരുന്ന ട്രേഡ് കിട്ടി, റിസ്കി ട്രേഡേഴ്സിനും കിട്ടി. അപ്പോൾ അങ്ങനെ നമ്മൾ കാത്തിരുന്ന് ട്രേഡ് ചെയ്യാൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും വിജയിക്കാൻ പറ്റി. ഇന്നും നിങ്ങൾ നല്ലപോലെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത്, എങ്കിലും ഇവിടെ കിടന്ന് കളിച്ചവർക്കാണ് നഷ്ടം കൂടുതൽ പറ്റിയിരിക്കുന്നത്. ഇവിടെ കിടന്ന് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടിക്കളിച്ചവർക്കാണ്, ആവശ്യമില്ലാതെ ക്വാണ്ടിറ്റി എടുത്ത് ട്രേഡ് ചെയ്തവർക്കാണ് അവിടെ നഷ്ടം പറ്റിക്കുന്നത്. ഞാൻ നോക്കിക്കോട്ടെ കറക്റ്റ് എത്ര പേര് പിന്നെ ഇത് ചെയ്യുന്ന, എത്ര പേര് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത്? 173 പേര് പ്രോഫിറ്റാണ്, 87 പേര് ലോസിലുമാണ്. ഓക്കെ, അപ്പം ഏകദേശം ലോസ് വരുത്തിയതിൻ്റെ ഇരട്ടി ആൾക്കാർക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിൽ ഇന്നലെയാണ് നമുക്ക് 4 ഇരട്ടി പ്രോഫിറ്റ് ഉണ്ടായത്. ലോസ് വരുത്തിയവരേക്കാളും 4 ടൈംസ് പ്രോഫിറ്റ് ഉള്ള ആൾക്കാരുണ്ടായിരുന്നു. ഇന്ന് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഇവിടെ കിടന്ന് കളിച്ചു, ഇവിടെ കിടന്ന് ചുമ്മാതെ വെറുതെ ആവശ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് കളിച്ചാണ് നിങ്ങളുടെ പൈസ മുഴുവൻ പോയത്. ഓക്കെ, അപ്പം സൂക്ഷിച്ച് കണ്ട് ചെയ്യുക. കൃത്യമായി എൻട്രി വരുമ്പോൾ മാത്രം നിങ്ങൾ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി നാളത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നാളത്തെ കാര്യങ്ങൾ ഞാൻ ഇന്ന് രാവിലെ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു. ഇന്ന് രാവിലെയാണോ ഞാൻ ഇന്നലത്തെ പ്രീ മാർക്കറ്റിലാണ് പറഞ്ഞത്, ഞാൻ ഓർക്കുന്നില്ല. ഞാൻ പറഞ്ഞത് മാർക്കറ്റ് ഇതൊരു ന്യൂസ്, നമ്മുടെ എന്തെങ്കിലും പോസിറ്റിവിറ്റി കണ്ടിട്ടുള്ളൊരു മൂവ്മെൻ്റ് അല്ല, മറിച്ച് മാർക്കറ്റ് ഇതൊരു ഷോർട്ട് കവറിങ് ആണ്. ഓക്കെ, അതായത് FIS ഏകദേശം 88% ഷോർട്ട് ചെയ്ത് വരും നമ്മുടെ മാർക്കറ്റ്. ഓക്കെ, ആ ഷോർട്ടിനെ അവർ കുറച്ച് അൺവൈൻഡ് ചെയ്ത് ഇപ്പോൾ നിലവിൽ അവർക്ക് 60% മാത്രമേ ഉള്ളൂ ഷോർട്ട്. അവരുടെ ഷോർട്ട് പൊസിഷൻ ഇപ്പോൾ 60% മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 28% ഷോർട്ട് ഒറ്റയോടി കഴിച്ചു വിടത്തില്ല. അവർ കുറച്ച് ഗ്രാജുവലി കുറച്ച് ഷോർട്ട് അവർ അൺവൈൻഡ് ചെയ്ത് കവർ ചെയ്ത് അവർ ക്ലിയർ ചെയ്യണം. അതുകൊണ്ടാണ് മാർക്കറ്റ് ഇങ്ങനെ ഒരു മുകളിലോട്ടൊരു പോക്ക്. പക്ഷേ യഥാർത്ഥത്തിൽ മാർക്കറ്റിൽ വലുതായിട്ടൊരു ബയ്യോ അല്ല വലുതായിട്ടൊരു എന്തെങ്കിലും ഒരു ന്യൂസോ മൊമെൻറ്റോ ഒന്നും നമുക്ക് ഒരു പോസിറ്റീവ് ന്യൂസായിട്ടുള്ള കാര്യങ്ങളൊന്നും മാർക്കറ്റിൽ പറയാനില്ല. ഓക്കെ, അപ്പോൾ ഇതൊരു ഷോർട്ട് കവറിങ് റാലിയാണ്. ഇനി എന്ത് സംഭവിക്കുന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഇനി നാളെ എന്ത് സംഭവിക്കുന്നു? ഒക്കെ നാളെ ചിലപ്പോൾ ഒരു പക്ഷെങ്കിലും ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത കണ്ടറിയാം നമുക്ക്. ഓക്കെ, ഇന്ന് US മാർക്കറ്റിൻ്റെ ഗതിയും നാളെ ഇപ്പോൾ ഗ്രീനിലാണ് US മാർക്കറ്റ് ഓടുന്നത്. പക്ഷേങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എന്തായി തീരുമെന്ന് അറിയത്തില്ല. നാളെ രാവിലെ നമ്മുടെ മാർക്കറ്റിൽ എന്തായി തീരുമെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ 2 ഏപ്രിൽ 2 എന്ന് പറഞ്ഞത് നമുക്കൊരു ക്രൂഷ്യൽ ഡേ ആണ്. റെസിപ്രോക്കൽ താരിഫ് വരുന്ന ഒരു ദിവസമാക്കണം. ഓക്കെ, അപ്പം അതിനകത്തൊരു ഈ ദിവസങ്ങളിൽ ട്രംപ് എന്ത് പറയുന്നുള്ളതും ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യും എന്നൊന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ നമുക്ക് ബാങ്ക് നിഫ്റ്റി ഒന്ന് പോയിട്ട് വരാം. ബാങ്ക് നിഫ്റ്റിയിൽ ഈ പറഞ്ഞ പോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വരച്ച റേഞ്ചിനകത്താണ് മാർക്കറ്റ് നിന്നത് ഇല്ലേ. ഇതാ നോക്കി 2 റേഞ്ച് നമ്മൾ വരച്ചു, ആ റേഞ്ചിനകത്താണ് മാർക്കറ്റ് നിന്നത്. ഈ പരസ്യം കിടക്കുന്നതുകൊണ്ടൊരു പ്രശ്നം. ഓക്കെ, ഇവിടെ ഇതാണ് നമ്മുടെ ഓപ്പണിങ് അല്ലേ. മാർക്കറ്റ് നടുക്ക് ഓപ്പൺ ചെയ്തു നേരെ മോളിപ്പോയതിന് ശേഷം വീണ്ടും ഈ പറഞ്ഞത് ഇവിടെ ഒരു റീടെസ്റ്റ് കണ്ടോ നിങ്ങൾ? ഈ റീടെസ്റ്റ് എത്ര പേര് കണ്ടെന്ന് അറിയത്തില്ല എനിക്ക്. മാർക്കറ്റ് മോളിപ്പോയി ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, നേരെ താഴെ വന്നു റീടെസ്റ്റ് ചെയ്തു അല്ലേ. റീടെസ്റ്റ് ചെയ്ത് വൃത്തിയായിട്ട് നേരെ മാർക്കറ്റ് താഴോട്ട് പോയി. അപ്പോൾ ഈ റീടെസ്റ്റ് കണ്ടുപിടിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, റീടെസ്റ്റ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതെന്തൊരു ഡബിൾ കൺഫർമേഷനാണ് നമുക്കൊരു റീടെസ്റ്റ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അവിടെ നമ്മുടെ സ്റ്റോപ്പ് ലോസും വളരെ ചെറുതായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ റീടെസ്റ്റ് കിട്ടി ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് എടുത്തവർക്ക് അടിപൊളി, അല്ലാത്തവർക്ക് വേറെ ട്രേഡ് ബാങ്ക് നിഫ്റ്റിയിൽ ഇല്ല. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റി നാളെ എന്താണ് സംഭവിക്കുന്നത് നമുക്കൊന്ന്
നോക്കാം. നാളെ ഇതേ റേഞ്ച് തന്നെ, റേഞ്ചിന് മാറ്റങ്ങളൊന്നും ഇല്ല. പിന്നെ റേഞ്ചിന് മാറ്റങ്ങളൊന്നുമില്ല. ഈ റേഞ്ച് മാർക്കറ്റ് ഇത്രയും താന്നെങ്കിലും മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത് 20 എത്രയാണ് 51,607 മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 51,600. ഇപ്പോൾ ഇത് എത്രയാണ് 490. ഏകദേശം 120 പോയിൻറ്റ് വെയ്റ്റഡ് ആവറേജ് മുകളിലാണ് ക്രോസ് ചെയ്തിരിക്കുന്നത്. അതായത് മാർക്കറ്റ് നമ്മുടെ ഈ റേഞ്ചിനകത്ത് തന്നെയാണ് ക്രോസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ റേഞ്ചിനകത്ത് തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം വീണ്ടും ഈ റേഞ്ച് തന്നെ നമുക്ക് വേറെ പ്രത്യേകിച്ച് ഇവിടെ വേറെ ഒന്നുമില്ല. നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇവിടെ. നമുക്കപ്പം ആ റേഞ്ച് ഒന്ന് ചെറുതാക്കി നോക്കാം. നമുക്ക് ഒന്ന് ചെറുതാക്കി നോക്കാം. ഓക്കെ, നമുക്ക് ഈ റേഞ്ച് ഒന്ന് കറക്റ്റ് ചെയ്യാം. നമുക്ക് ഇതൊന്ന് ഇച്ചിരി മേലോട്ട് കയറ്റാം. ഇവനെ നമുക്ക് ഇച്ചിരി താഴോട്ട് കുറച്ചത് കറക്റ്റ് ചെയ്യും. ഇത്രയേ ഉള്ളൂ, ഇത്രേ കറക്റ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇപ്പം മാർക്കറ്റ് ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്. ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് വേണമെങ്കിൽ ചെറിയൊരു ഇടത്താവളമായിട്ട് നിങ്ങൾക്ക് അതിന് കണക്കാക്കാം. ഇത് ഇവിടെ ഇങ്ങനെ ഇരുന്നോട്ടെ. ഓക്കെ, ഒരു ഇടത്താവളമായിട്ട് കണക്കാക്കാം. എങ്കിലും മാർക്കറ്റ് ഇവിടുന്ന് എങ്ങോട്ട് പോകുമെന്ന് അറിയാൻ വയ്യാതെ ഇവിടെ കിടന്നിങ്ങനെ കറങ്ങുമായിരിക്കും. ഇവിടെ കിടന്ന് കറങ്ങുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. ഇതൊന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയിരിക്കുക. അല്ല, ഇതിൻ്റെ മുകളിലാണ് ഗ്യാപ്പപ്പിൽ വല്ല ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു നോക്കിയിട്ട് മാത്രം നിങ്ങൾ ട്രേഡ് എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അടുത്തത് നമുക്ക് മിഡ് ക്യാപ്പ് ഒന്ന് നോക്കാം. മിഡ് ക്യാപ്പിൽ മാർക്കറ്റ് ഇന്ന് ഏകദേശം ഒരു നല്ല 100-200 പോയിൻറ്റോളം മാർക്കറ്റ് 118 പോയിൻ്റാണ് ഇപ്പോൾ 200 പോയിൻറ്റിന് അടുത്ത് മാർക്കറ്റ് ഇടിഞ്ഞു അല്ലേ. ഇടിഞ്ഞതിന് ശേഷം വീണ്ടും ചെറിയ റിക്കവറി വന്നിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ നിലവിൽ മിഡ് ക്യാപ്പിൽ ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷേ നമുക്ക് ഇതൊന്ന് ഇവനെ ഈ ഒരു ട്രെൻഡ് ലൈൻ സൂക്ഷിക്കണം. ഈ ഒരു ട്രെൻഡ് ലൈൻ അങ്ങനെ നിന്നോട്ടെ. ഇത് നമുക്ക് മാർക്കറ്റ് ഇതും 585 ക്ലോസ് ചെയ്തേക്കുന്നത് എത്രയാണ്? 581 ക്ലോസ് ചെയ്തേക്കുന്നത്. അതായത് നമ്മുടെ ഈ ലൈനിൻ്റെ മുകളിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ലൈനെ ഒന്ന് കറക്റ്റ് ചെയ്യാം. ഈ ലൈൻ നമുക്ക് ഇങ്ങനെ വെക്കാം. ഓക്കെ, ഇത് ഈ ലൈൻ ഇങ്ങനെ വെക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് അപ്പോൾ നമ്മുടെ അടുത്തത് നമുക്ക് ഇത് ഈ ഒരു പോയിന്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ റേഞ്ച്. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് റേഞ്ച് മാറ്റാം. നമുക്ക് ഓക്കെ, ഇതാണ് നമ്മുടെ റേഞ്ച്. ഈ റേഞ്ചിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്താൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഇന്നലെ ഒരാൾ കമൻറ്റ് പറഞ്ഞിട്ട് ചേട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഓടിച്ച് കളിക്കില്ല, എനിക്ക് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. ഞാൻ കൃത്യമായിട്ട് പോയിൻ്റ് ഇത് പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. ഞാനിങ്ങനെ ആട്ടിക്കളിക്കുന്നത് എൻ്റെ ഒരു കൺവീനിയൻസിനോട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, എന്ത് ഞാൻ ശ്രദ്ധിക്കാതെ. അപ്പം ഇത് രണ്ടും കിട്ടിയാൽ ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുവാണെന്നുള്ളത് എങ്ങോട്ട് താഴോട്ടും ഇങ്ങോട്ട് തന്നെ ഈ പോയിൻ്റ് ഇതിന് മാറ്റങ്ങളൊന്നുമില്ല. ഒരു മിനിറ്റ് ഞാൻ നോക്കിക്കോട്ടെ, ചുമ്മാ അത് വരയ്ക്കാൻ പറ്റത്തില്ലല്ലോ. ഇല്ല, ഇതിനെ നമുക്ക് കുറച്ചൊന്ന് കറക്റ്റ് ചെയ്യാം. ഇതാണ് ഫസ്റ്റ് പോയിൻ്റ്, ഈ ഒരു പോയിൻ്റ്. ഓക്കെ, ഈ പോയിൻ്റ് നമുക്കൊന്ന് കുറച്ചുകൂടെ ഒന്ന് കറക്റ്റ് ചെയ്യാം. ഇത് രണ്ടാമത്തെ പോയിൻ്റ്. ഈ പോയിൻ്റിലൊന്ന് കറക്റ്റ് ചെയ്യാം മുകളിലോട്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഓക്കെ, അപ്പം താഴോട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട്. ഓക്കെ, അടുത്തത് ഇവിടുന്ന് ഇങ്ങോട്ട്. ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എങ്ങോട്ട് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യുക. അപ്പോൾ നമുക്കിനി വീണ്ടും നിഫ്റ്റിയിലോട്ട് വരാം. നിഫ്റ്റിയിൽ നമുക്കിനി നാളെ നമുക്ക് നിഫ്റ്റിയിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. നാളെ ഇനി നമുക്ക് ഈ ട്രെൻഡ് ലൈൻ്റെ ആവശ്യമില്ല. ട്രെൻഡ് ലൈൻ്റെ ആവശ്യകത കഴിഞ്ഞു. ഓക്കെ, ഇവിടെ കുറച്ച് കറക്റ്റ് ചെയ്യാനുണ്ട്. ഇത് കുറച്ച് നമുക്ക് കറക്റ്റ് ചെയ്യാനുണ്ട്. ഇവിടെ ഇപ്പോൾ നമുക്ക് ഇനിയിപ്പം ഈ ഒരു ലൈൻ്റെ ആവശ്യകത ഇല്ല. ഈ ഒരു ലൈൻ ആവശ്യകത ഇനിയിപ്പം ഇല്ല. അത് കളയാം. എന്നിട്ട് ഈ പോയിൻറ്റിനെ നമുക്ക് താത്തിറക്കി വെക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഒരു പുതിയ പോയിൻ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പോയിൻ്റ് പുതിയൊരു പോയിൻ്റ്. ഈ ഒരു പോയിൻ്റ് പുതിയ പോയിൻ്റ് ആണെന്ന് പറയാൻ ഇതാണ് പുതിയ പോയിൻ്റ്. ഈ പോയിൻ്റ്
അപ്പോൾ ഈ പോയിൻ്റ് നമുക്ക് വേണ്ട. ഇതാണ് ഒരു ഈ കളറാണ് ഒരു പോയിൻ്റ്. ഓക്കെ, 726 868. ഓക്കെ, അത്രയേ കുഴപ്പമില്ല. ഇനി ഇവിടെ നമ്മളുടെ ഇത് റേഞ്ച് 630 മാർക്കറ്റ് 668 മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. 668 മുകളിലോട്ട് പോകും. ഇവിടെയാണ് ഇതിന് നടുക്ക് തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇവിടെ ഇത്രയും ഗ്രീൻ ക്യാൻഡിൽ കാണുന്ന, ഈ റെഡ് ക്യാൻഡിൽ താഴോട്ട് കാണുന്നെങ്കിലും ഇതിന് നടുക്കാണ് ആക്ച്വൽ ക്ലോസിങ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ബ്രേക്ക് ചെയ്യുന്നത് നോക്കിയിട്ട് മാത്രം നമ്മൾ ട്രേഡ് നോക്കുക. ഓക്കെ, ഇത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഇവിടെ. ഇത് ബാക്കിയെല്ലാം നമ്മുടെ പഴയ പോലെ തന്നെ ഇതിവിടെ കിടന്നോട്ടെ. ഞാൻ നാളെ മാർക്കറ്റിൽ ഒരു പക്ഷെങ്കിലും ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല. അറിയാൻ പറ്റത്തില്ല ഇന്നത്തെ അവസ്ഥ, US മാർക്കറ്റിൻ്റെ അവസ്ഥയും നമ്മുടെ മാർക്കറ്റിൻ്റെ ഗതി എന്തുവാണെന്ന് ഇന്ന് രാത്രിയിലേ അറിയത്തുള്ളൂ. പല പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. എന്തായാലും നാളെ അറിയാം കറക്റ്റ്. ഓക്കെ, നമ്മുടെ മാർക്കറ്റിൻ്റെ ഗതി എന്തുവാണെന്ന് അറിയാം. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ എനിക്ക് 2 കാര്യം ഞാൻ നോട്ടീസ് ചെയ്തത്. നമുക്ക് ICICI ബാങ്കും കോട്ടക് ബാങ്കും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാമേ. ICICI ബാങ്കും കോട്ടക് ബാങ്കും ഓൾ ടൈം ഹൈയിൽ നിൽക്കുകയാണ്. ഓൾ ടൈം ഹൈ അല്ല, കോട്ടക് ബാങ്ക് ഓൾമോസ്റ്റ് ഓൾ ടൈം ഹൈ ആണ്. 52 വീക്ക് ഹൈയിലാണ് നിൽക്കുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാം. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ അതിനകത്തിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി പേടിക്കണം. ഒരു മിനിറ്റ് ഞാനൊന്ന് ചോദിക്കോട്ടെ. ഇത് നമ്മളെ പിന്നെ നമ്മുടെ നിഫ്റ്റിയേക്കാളിലും കൂടുതൽ ബാങ്ക് നിഫ്റ്റിയിലാണ് അഫക്റ്റ് ചെയ്യുന്നത്. ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാം. ഇത് കോട്ടക് ബാങ്കാണ്. കോട്ടക് ബാങ്കിൻ്റെ വീക്ക്ലി ചാർട്ടിലോട്ട് പോകാം. വീക്ക്ലി ചാർട്ട് ജസ്റ്റ് ഇതിൻ്റെ കൂട്ടത്തിൽ ഇത് പറയണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞതാണ്. ഓക്കെ, ഇത് കണ്ടോ, വീക്ക്ലി ചാർട്ടാണ്. ഇത് നോക്കിക്കേ, ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇത് 2021 ഓൾ ടൈം ഹൈ ആണിത്. ഓക്കെ, ഈ ഒരു ഓൾ ടൈം ഹൈ. പിന്നെ ഇതെന്ന് പറയുന്നത് 52 വീക്ക് 2023 ഒരു 52 വീക്ക് ഹൈ ആണ്. അത് ഈ ഓൾ ടൈം ഹൈ ഓൾമോസ്റ്റ് റീച്ചായി, ഓൾമോസ്റ്റ് ഇവിടെ എത്തി. ഓക്കെ, 52 വീക്ക് ഹൈ ഓൾറെഡി ക്രോസും ചെയ്തു. അപ്പം ഏത് നിമിഷം ഇവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഓൾ ടൈം ഹൈ 2253 കോട്ടക് ബാങ്കിൻ്റെ. 2203 ഇന്നത്തെ പിന്നെ ഹൈ. ഒരു പക്ഷെങ്കിൽ നാളെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നേരെ തിരിച്ച് താഴോട്ട് വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയെ നല്ലപോലെ അത് ബാധിക്കും. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ബാധിക്കും. അതിന് ചെറിയൊരു വാങ്ങൽ നിഫ്റ്റിയിലും ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെയാണ് അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ ICICI ബാങ്ക്. ICICI ബാങ്കും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഓൾ ടൈം ഹൈ ആണ്. ഓക്കെ, ഇത് ഓൾ ടൈം ഹൈ ആണ്. ICICI ബാങ്കും കണ്ടോ, ഓൾ ടൈം ഹൈ നിൽക്കുകയാണ്. ഓൾ ടൈം ഹൈ ക്രോസ് ചെയ്തെങ്കിലും സസ്റ്റെയിൻ ചെയ്തില്ല, നേരെ തിരിച്ചു വന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ പണ്ട് വരച്ചിട്ടേക്കുന്നതാണ്, നോക്കിക്കോട്ടെ മറ്റേ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ നിൽക്കും. പഴയ വരയാണ് ഉണ്ടോ. എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു W പാറ്റേൺ ഫോം ചെയ്ത് നിൽക്കുകയാണ്. ഇവിടുന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഈ W പാറ്റേണിൻ്റെ വീക്കിലി ക്യാൻഡിലിൽ W പാറ്റേൺ ഫോം ചെയ്ത് നിൽക്കുകയാണ്. ഒരു പക്ഷെങ്കിൽ ഇവിടുന്ന് റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ നേരെ തിരിച്ച് ഈ സപ്പോർട്ടിൽ ഈ ട്രെൻഡ് ലൈനിൽ എത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് അതും ICICI ബാങ്ക് ഇച്ചിരി വെയിറ്റേജ് ഉള്ള സംഭവമാണ്. ഓക്കെ, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതും ബാങ്ക് നിഫ്റ്റിയെ നല്ലപോലെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കുക. ഏതെങ്കിലും കാരണവശാൽ ഇവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി താഴെ പോകും. അതുപോലെ തന്നെ HDFC ബാങ്കും വലിഞ്ഞ് നിൽക്കുകയാണ്. 1800 മുകളിൽ പോയി. 1800 മുകളിൽ പോയതുകൊണ്ട് അവിടെ നമ്മൾ പേടിക്കണം. കാരണം FISൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്റ്റോക്കാണ് ഏത്, HDFC ബാങ്ക്. ഓക്കെ, അപ്പം അതും 1821 നിൽക്കുന്നത്. അതിൻ്റെ ഓൾ ടൈം ഹൈ ഹൈ 52 വീക്ക് ഹൈ ആണെന്ന് തോന്നിയത്. 1880 52 വീക്ക് ഹൈ ആണോ? അതെ, 52 വീക്ക് ഹൈ ആണ്. അപ്പോൾ അതും അവിടെ ഇതെത്തി പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനെയാണ് അവിടുന്ന് ഒരു റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും നമുക്ക് ഒരു പൊട്ടൽ പ്രതീക്ഷിക്കാം. ഇതൊക്കെ എൻ്റെ ഒരു അസംഷൻ മാത്രമാണ്. ഇങ്ങനെ സംഭവിക്കണം നിർബന്ധമൊന്നുമില്ല. എങ്കിലും എനിക്ക് തോന്നിയത് എൻ്റെ സ്റ്റഡിക്കകത്തിൽ എനിക്ക് മനസ്സിലായ കാര്യം നിങ്ങളുമായിട്ട് പങ്കുവച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ ഇതിൽ എനിക്ക് പറയാനുള്ളത്. അപ്പം എല്ലാവരും നോക്കി കണ്ട് ട്രേഡ് ചെയ്യുന്നു. പലരും അനാവശ്യമായിട്ട് പല ട്രേഡുകളെടുത്ത് നിങ്ങളുടെ പൈസ കളഞ്ഞു. ഓക്കെ, അനാവശ്യമായിട്ട് പലരും ട്രേഡുകൾ എടുത്തു. അതുകൊണ്ട് ദയവ് ചെയ്ത് അനാവശ്യമായി ട്രേഡുകൾ എടുക്കില്ല. നിങ്ങൾക്ക് ചാൻസ് വരുമ്പോൾ മാത്രം, നിങ്ങൾക്ക് ഒരു നല്ലൊരു എൻട്രി പോയിന്റ് കിട്ടുമ്പോൾ മാത്രം ആ എൻട്രിക്ക് വേണ്ടി കാത്തിരുന്ന് നിങ്ങൾ ട്രേഡ് എടുക്കുക. അങ്ങനെ പലരും ഇപ്പോൾ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, സാർ ഞങ്ങളിപ്പോൾ കാത്തിരിക്കാൻ പഠിച്ചു, കാത്തിരുന്ന് ട്രേഡ് എടുക്കാൻ പഠിച്ചു. അതൊക്കെ അതിൻ്റെ റിഫ്ലക്ഷനാണ് ഈ കാണുന്നത്, നിങ്ങളുടെ ഈ പോളിനകത്ത് കാണുന്നത്.
ഓക്കെ, നിങ്ങൾ അങ്ങനെ തന്നെ ശീലിക്കുക. അങ്ങനെ നിങ്ങൾ നിരന്തരമായ പരിശീലനം നടത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇല്ലേ? നിങ്ങൾക്ക് സ്വയമേ അറിയാം നിങ്ങൾക്ക് ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളത്. ആ മാറ്റം തുടരെ നമുക്ക് പ്രാക്ടീസിലൂടെ അത് നിലനിർത്തണം. ഓക്കെ, അപ്പോൾ എല്ലാവരും നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണം. എപ്പോഴും എനിക്കിങ്ങനെ നിങ്ങളോട് പറയാൻ അതിൽ എനിക്കും ഒരു നാണക്കേടുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ലൈക്കും കമൻറ്റും ഒരു കാരണവശാലും മറക്കരുത്. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ യൂട്യൂബ് ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കത്തുള്ളൂ. നമുക്കും ഒരു നാൾ മറ്റുള്ളവരെ പോലൊക്കെ ആവണ്ടേ? ഓക്കെ, അപ്പം നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.